എഡ്ജ് സോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HTML ലിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. HTMLൻ്റെ ബേസിക് വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. നമുക്ക് പ്രധാനമായും 3 തരം ലിസ്റ്റുകളാണ് HTML പ്രൊവൈഡ് ചെയ്യുക: ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓർഡേഡ് ലിസ്റ്റിലേക്ക് നമുക്ക് പോകാം. OL ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. OL ടാഗ് ഉപയോഗിച്ചാണ് ഓർഡേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. OL ടാഗിനുള്ളിൽ LI എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് നമുക്ക് ലിസ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് LI ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാറാണ് നമ്മുടെ ആദ്യത്തെ ലിസ്റ്റ് ഐറ്റം. അപ്പോൾ LI എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനിടയിൽ നമുക്ക് ആവശ്യമുള്ള ലിസ്റ്റ് ഐറ്റം കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ജീപ്പ്, ബസ്, മറ്റ് 2 എലിമെൻറ്റുകൾ കൂടി നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓർഡർ ലിസ്റ്റിൻ്റെ പ്രത്യേകത ഇതൊരു പർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ്. നോക്കുക, 1, 2, 3 എന്ന് പറയുന്ന ഒരു ഓർഡർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 1, 2, 3 മാത്രമല്ല, നമുക്ക് പല ഓർഡറുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. OL ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗിനുള്ളിൽ നമുക്ക് ഒരു ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാവുന്നതാണ്. ടൈപ്പ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ HTML ആട്രിബ്യൂട്ട്. ടൈപ്പ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ABCD ഓർഡറിലായിരിക്കും നമുക്ക് ലിസ്റ്റ് എലിമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. നോക്കുക, ABC ഓർഡറിലായിരിക്കും ലിസ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഓർഡർ ലിസ്റ്റ് ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഡർ നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നോർമലി അത് ആൽഫബറ്റ് ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ 1, 2, 3 ഓർഡർ ആയിരിക്കും വരിക. ഇനി ടൈപ്പിന് നമുക്ക് സ്മോൾ ലെറ്റർ I കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റാലിക് ലെറ്ററിലായിരിക്കും, നമ്മുടെ റോമൻ ലെറ്റർ Iലായിരിക്കും ഇത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. നോക്കുക, 1, 2, 3 നമുക്ക് റോമൻ ലെറ്ററാണ്, റോമൻ ലെറ്റർ സ്മോൾ. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാപിറ്റൽ I കൊടുക്കാൻ സാധിക്കും, A കൊടുക്കാൻ സാധിക്കും, ദെൻ സ്മോൾ ലെറ്റർ Aയും സ്മോൾ ലെറ്റർ Bയും കൊടുക്കാൻ സാധിക്കും, 1 കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ്, ഏതൊക്കെ വാല്യൂ ആണ് നമുക്ക് ഓർഡർ ലിസ്റ്റിൻ്റെ ടൈപ്പിന് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ഒന്ന് പറയുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ A, സ്മോൾ ലെറ്റർ A, 1, ക്യാപിറ്റൽ I ആൻഡ് സ്മോൾ I. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് ടൈപ്പിന് കൊടുക്കാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആണ് ടൈപ്പിന് കൊടുക്കേണ്ടത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ ഇത് 1, 2, 3 ഓർഡർ എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. നമ്മൾ ടൈപ്പിന് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ടൈപ്പ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ 1, 2, 3 ഓർഡറിലായിരിക്കും ഓർഡർ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ടൈപ്പ് ആട്രിബ്യൂട്ട് പോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു ആട്രിബ്യൂട്ടാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതായത് ലിസ്റ്റ് ഐറ്റം ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. ഇവിടെ നമ്മൾ ടൈപ്പ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്, 1, 2, 3 ഓർഡറിലായിരിക്കും. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ്, നമുക്ക് 1, 2, 3 ഓർഡറിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 10ലാണ്. നമുക്ക് നോക്കാം, ഔട്ട്പുട്ട് നോക്കുക, 10, 11, 12 ആ ഓർഡറിലായിരിക്കും നമുക്ക് ലിസ്റ്റ് ഐറ്റംസ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത കാറ്റഗറി ഓഫ് ലിസ്റ്റാണ്. രണ്ടാമത്തെ നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് അൺഓർഡേഡ് ലിസ്റ്റാണ്. അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. അതായത് 1, 2, 3 ABC അല്ലെങ്കിൽ അങ്ങനെ സീക്വൻസ്, ഒരു പ്രത്യേകിച്ച് നമ്പറിങ്ങോ അങ്ങനെ ഓർഡറിങ് ഇല്ലാത്ത ലിസ്റ്റാണ് അൺഓർഡേഡ് ലിസ്റ്റ് എന്ന് പറയുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് UL ടാഗ്. UL അൺഓർഡേഡ് ലിസ്റ്റ്. അപ്പോൾ ഓർഡേഡ് ആകുമ്പോൾ OL, ദെൻ അൺഓർഡേഡ് ആകുമ്പോൾ നമ്മൾ UL ടാഗാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ UL ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താണ്. UL ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു അൺഓർഡേഡ് ലിസ്റ്റ് കിട്ടും. ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്തു. ഇനി ഇതിനിടയിലേക്ക് നമുക്ക് ലിസ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്യാനായിട്ട് മുകളിലത്തെ പോലെ തന്നെ LI ടാഗ് ഉപയോഗിച്ചാൽ മതിയാവും. അൺഓർഡേഡ് ലിസ്റ്റിനകത്തും ഓർഡേഡ് ലിസ്റ്റിനകത്തും നമ്മൾ LI ടാഗ് ഉപയോഗിച്ച് തന്നെയാണ് ലിസ്റ്റ് ഐറ്റം ആഡ് ചെയ്യുക. സോ അവിടുത്തെ ആ LI ടാഗ് തന്നെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഇവിടെ അൺഓർഡേഡ് ലിസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒന്ന് ടൈപ്പ് ചെയ്യുന്നു കേട്ടോ. അൺഓർഡേഡ് ലിസ്റ്റ് മുകളിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലത്തെ ലിസ്റ്റ് ഐറ്റംസ് തന്നെ നമ്മൾ ഈ പറയുന്ന UL ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഇടയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന അൺഓർഡേഡ് ലിസ്റ്റിലും പ്രിൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ അൺഓർഡേഡ് ലിസ്റ്റ് ഇപ്പോൾ UL എന്നൊരു ടാഗ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുക. നമുക്ക് നോക്കാം. നോക്കുക, അൺഓർഡേഡ് ലിസ്റ്റ് അവിടെ കാർ, ജീപ്പ്, ബസ് എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പറോ ABCD ഒന്നും പ്രിസീഡിംഗ് ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് 2 ഡോട്ട് ഷേപ്പുകൾ, അല്ലേ, നമ്മൾ ഡിസ്ക് ഷേപ്പുകളാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ പ്രിൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് അൺഓർഡേഡ് ലിസ്റ്റ് എന്ന് പറയുക. ഇനി അൺഓർഡേഡ് ലിസ്റ്റും കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഓർഡർ ലിസ്റ്റ് ഉള്ളതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ടൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഡിസ്ക് ആയിരിക്കും അവിടെ ഫ്രണ്ടിൽ കാണിക്കുക. ഇവിടെ നമുക്ക് ടൈപ്പ് ഈസ് ഡിസ്ക് എന്ന് കൊടുക്കാം. ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന സർക്കിൾ, ഷെയ്ഡ് സർക്കിളിനാണ് ഡിസ്ക് എന്ന് പറയുക. ഓക്കെ, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല ഡിസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ ആ ടൈപ്പ് കൊടുക്കുന്നില്ല എങ്കിലും ഓട്ടോമാറ്റിക്കലി ഡിസ്ക് ആയിരിക്കും വരുന്നത്, മുകളിൽ 1, 2, 3 വന്നതുപോലെ. ഡിസ്കിന് പകരം നമുക്ക് കൊടുക്കാതെ മറ്റു പറയുന്നത് സ്ക്വയർ.
ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഔട്ട്പുട്ട്. നോക്കുക, ഒരു സ്ക്വയർ സിമ്പിൾ ആയിരിക്കും നമ്മുടെ ലിസ്റ്റ് ഐറ്റംസിന് മുൻപിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സ്ക്വയർ അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു ടൈപ്പ് വാല്യൂ ആണ് സർക്കിൾ എന്ന് പറയും. അപ്പോൾ ഒരു സർക്കിൾ സിമ്പിൾ ആയിരിക്കും നമ്മുടെ ലിസ്റ്റ് ഐറ്റംസിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവുക. സർക്കിൾ നോക്കാം, കണ്ടോ, ഒരു സർക്കിൾ സിമ്പിളാണ് നമ്മുടെ ലിസ്റ്റ് ഐറ്റത്തിന് മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺനോഡ് ലിസ്റ്റിന് 3 വാല്യൂസ് ഉണ്ട്. അൺനോഡ് ലിസ്റ്റിൻ്റെ ടൈപ്പിന് 3 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിസ്ക്, സർക്കിൾ ആൻഡ് സ്ക്വയർ. അപ്പോൾ ഇത് 3 നമുക്ക് ജസ്റ്റ് ഒന്നിച്ചൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ആ ഡിഫറൻസ് ആയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഡിസ്ക്, സർക്കിൾ ആൻഡ് സ്ക്വയർ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. HTML നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഓഡിയോ ലിസ്റ്റ് 3 ഉണ്ട്. അൺനോഡ് ലിസ്റ്റിൻ്റെ 3 കാറ്റഗറിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിസ്ക് ഉണ്ട്, സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റാണ് അൺനോഡ് ലിസ്റ്റ്. അതിന് 3 ടൈപ്പിന് 3 വാല്യൂസ് ആണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇനി നോക്കാനുള്ള അടുത്ത കാറ്റഗറി ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ലിസ്റ്റാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെഫിനിഷൻ ലിസ്റ്റ് 3ാമത്തെ കാറ്റഗറിയാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ടാഗ് DL എന്ന് പറയുന്ന ടാഗാണ്. DL ഡെഫിനിഷൻ ലിസ്റ്റ് ടാഗാണ്. DL ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനി ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ പ്രത്യേകത, ഒരു ലിസ്റ്റ് ടേമും കാണും, അതിനെക്കുറിച്ചൊരു ഡെഫിനേഷനും കാണും. ഉദാഹരണത്തിന് കാർ എന്ന് കൊടുക്കുന്നു, എന്നിട്ടൊരു ചെറിയ ഡെഫിനേഷൻ, ഈസ് എ വെഹിക്കിൾ. ആ രീതിയിലുള്ള ലിസ്റ്റ് ആയിരിക്കും ഡെഫിനേഷൻ ലിസ്റ്റ്. ആദ്യമായിട്ട് നമ്മൾ DL ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇനി അതിനകത്ത് നമുക്കൊരു ടേമും ഉണ്ടാവണം, ഡെഫിനേഷനും ഉണ്ടാവണം. അപ്പോൾ DL ടാഗിനകത്ത് 2ാമത്തെ ടാഗ് എന്ന് പറയുന്നത് DT എന്ന് പറയുന്ന ടേമാണ്. DT അതായത് ഡെഫിനിഷൻ ടേം എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഒരു ടേം ഉണ്ടാവും, അതിന് ഡെഫിനേഷൻ ഉണ്ടാവും. അപ്പോൾ DT എന്ന് പറയുന്ന ടാഗ് നമ്മൾ കൊടുക്കുന്നു. DT ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അതിനിടയിൽ നമ്മൾ എന്താണ് ഡെഫിനിഷൻ ടേം കൊടുക്കുന്നു. ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇതിനിടയിലാണ് നമ്മൾ എന്താണ് നമുക്ക് ഡെഫിനിഷൻ ടൈം വേണ്ടത്. ഞാൻ ജസ്റ്റ് കാർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ കാർ ആയിരിക്കും ആദ്യത്തെ ലിസ്റ്റ് ഐറ്റം. ഇനി അതിനെക്കുറിച്ച് ചെറിയൊരു ഡെഫിനേഷൻ തൊട്ട് താഴെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതിനുവേണ്ടി നമ്മൾ DD എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കും. DD എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കും. അപ്പോൾ DD ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ പറയുന്ന കാറിനെക്കുറിച്ചൊരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കാം. യൂസ്ഡ് ഫോർ ട്രാവലിംഗ് എന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നു. നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ DL, DT ആൻഡ് DD 3 ടാഗുകളുണ്ടെന്ന് ഓർക്കുക. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കുക, ഡെഫിനേഷൻ ലിസ്റ്റ് കാർ എന്ന് വന്നിട്ടുണ്ട്. യൂസ്ഡ് ഫോർ ട്രാവലിംഗ്. ഡെഫിനേഷൻ ലിസ്റ്റ് എന്ന് കാണിച്ചിരിക്കും, നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. അത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. കാർ എന്ന് കൊടുത്തിട്ട് തൊട്ട് താഴെ അതിൻ്റെ ഡെഫിനേഷൻ കൂടി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോപ്പി ചെയ്ത് പാലേക്ക് ഒന്നൊരു പേസ്റ്റ് ചെയ്യുകയാണ്. നമുക്കൊരു ലിസ്റ്റ് ഐറ്റം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആ 2ാമത്തെ കേസ് നമ്മൾ കാർ മാറ്റി ജസ്റ്റ് അവിടെ ഞാൻ ജീപ്പ് എന്ന് കൊടുക്കുന്നു. ഡെഫിനേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ, കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഡെഫിനേഷൻ കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഒന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കുക, കാർ യൂസ്ഡ് ഫോർ ട്രാവലിംഗ്, ജീപ്പ് യൂസ്ഡ് ഫോർ ട്രാവലിംഗ്. അപ്പോൾ ഒരു ലിസ്റ്റ് ഐറ്റവും അതിൻ്റെ കൂടെ എന്താണ് ഒരു ഡെഫിനേഷൻ കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളാണ് പ്രധാനമായും നമുക്ക് HTML തരിക. അപ്പോൾ 3 ലിസ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ലിസ്റ്റുകളാണ് ഓർഡേഡ്, അൺഓർഡേഡ് ആൻഡ് ഡെഫിനേഷൻ ലിസ്റ്റ്. ഈ പറയുന്ന ലിസ്റ്റുകൾ നമുക്ക് മിക്സഡായിട്ട് ഉപയോഗിക്കാം. ഓർഡേഡ് ലിസ്റ്റിനിടയിൽ നമുക്ക് അൺഓർഡേഡ് ലിസ്റ്റ് കൊണ്ടു കൊടുക്കാം. അതുപോലെ തന്നെ ഡെഫിനേഷൻ ലിസ്റ്റിൻ്റെ കൂടി നമുക്ക് എന്താണ് ഈ ഓർഡേഡോ അൺഓർഡേഡോ ഒക്കെ ഉപയോഗിക്കേണ്ടി പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതായത് ചിലപ്പോൾ സബ് നമ്പറൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഒരു വലിയ ലിസ്റ്റ് അതിനിടയിൽ ചെറിയ ലിസ്റ്റൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് HTML ലിസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. HTML ട്യൂട്ടോറിയലിൻ്റെ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ മറ്റനേകം വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. ഇനിയും കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ HTML പഠിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.